ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യണതിന് മുന്നേ ഐബ്രോസൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അപ്പർ ലിപ്സ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ഫോർഹെഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചെവിയുടെ ഈ കൃതാവിൻ്റെ ഈ പോർഷനിലൊക്കെ ഹെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വടിച്ച് കളയാട്ടോ. വടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കട്ടിയിലും ഹെയർ വരും എന്നുള്ളൊരു പേടി ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫേഷ്യൽ റേസേഴ്സ് വാങ്ങാൻ വേണ്ടി കിട്ടും. അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാം. എന്തെങ്കിലും ഒരു ഷേവിങ് ക്രീമോ അലോവേര ജെല്ലോ എങ്ങാനും അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മൾ റേസ് ചെയ്ത് കളയുവാണെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ. ഇപ്പോൾ ബ്രഷിൻ്റെ ബ്രാൻഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അടിപൊളിയാണ്. നെക്സ്റ്റ് ഞാനൊരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. BACയുടെ സെറ്റിംഗ് പൗഡറാണ്. പിന്നെ ഞാൻ ഐ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇത് നമ്മുടെ ഹുഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഇതിൽ ഞാൻ എന്താ പറയുക, ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഐലിഡിലും അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ ഇവിടേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൗഡർ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പം ഇപ്പോൾ എപ്പോഴും ഐ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഇത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്തൊരു ഹെവിയാന്നൊക്കെ തോന്നും. പക്ഷേ ഐ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ആ മേക്കപ്പൊക്കെ ഒന്ന് എന്താ പറയുക സട്ടിലായിട്ട് വരും കേട്ടോ. അതിന് ശേഷം ഒരു എന്താ പറയുക ഒരു പിങ്ക് പീച്ച് വേറെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മേക്കപ്പിൻ്റെ ഹെവി ആയിട്ട് തോന്നാണ്ടിരിക്കാനാണ്. കണ്ണിൻ്റെ അടിയിലും കൂടി ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ അറ്റം വശത്തായിട്ട് ഒരു കോർണർ വശത്തായിട്ട് ഇട്ടിട്ട് അവിടെയാണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് കണ്ണ് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മുടെ ഈ തെറ്റം വശത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ടാണ്. നമുക്ക് ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല, പക്ഷേ നല്ല അടിപൊളി മേക്കപ്പായിരുന്നു കേട്ടോ. സ്വയം പറയുന്നതല്ല എന്നുവെച്ചാൽ ഈ ഹുഡ ബ്യൂട്ടിയുടെ പാലറ്റിൽ നമുക്ക് ഷിമ്മറി ഷെയ്ഡായാലും എല്ലാം നല്ല രസമാണ്. ഇട്ട് കഴിയുമ്പോഴേ വല്ലാണ്ട് അങ്ങോട്ട് ഷിമ്മറി ലുക്കില്ല. എന്നാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഇതിൽ കളറുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കങ്ങനെ വല്ലാണ്ട് അങ്ങനെ കളറുകൾ ആഡ് ചെയ്യുന്നത് ഇഷ്ടമില്ല. ചെറിയൊരു ഗോൾഡൻ അതുപോലത്തെ ഒരു മെറ്റാലിക് ടോണിലാണ് എനിക്കിഷ്ടം. അപ്പോൾ കണ്ടോ, അപ്പോൾ 2 കണ്ണുകളും അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെമി എന്നാണ്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് കേട്ടോ ചാനൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കണ്ണും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ണിൻ്റെ അടിവശത്തായിട്ട് ഒരു റെഡ് കളർ ഒരു പീച്ച് ബ്രൗൺ റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനൊരു ഫ്രഷ് ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഈ മേക്കപ്പ് ഇട്ടതിൻ്റെ ഹെവിനെസ് ഒന്നും അപ്പോൾ അറിയില്ല കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഏതെങ്കിലും ഇട്ടാലും മതി കേട്ടോ. അത് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഹെവി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പം അതൊന്നും എന്താ പറയുക ഒരു ഈവണായിട്ട് ഫേസ് കവർ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ണിൽ ഐലൈനർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിൽ സ്മഡ്ജ് ചെയ്യുന്ന രീതിയിലോ അതുപോലെ തന്നെ ഹെവി ആയിട്ടൊന്നും ഞാൻ കണ്ണ് എഴുതാറില്ല. അതുപോലെ തന്നെ ലെൻസ് വെക്കണമെന്ന് വിചാരിച്ച കേസ് ലെൻസും വന്നില്ല. ഡെലിവറി ഡേറ്റ് ഇത്തിരി ലേറ്റായി. അപ്പോൾ ഞാൻ ലെൻസ് വെച്ചിട്ട് ഞാൻ ഇതുവരെ ലെൻസ് വെച്ച് സ്വയം മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് ഏതെങ്കിലും വീഡിയോസിൽ അത് വന്ന് കഴിയുമ്പോൾ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നത് നമ്മുടെ കെ ബ്യൂട്ടിയുടെ ജെറ്റ് ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് ലൈൻ ചെയ്യാനൊക്കെ ഈസിയാണ്. ഇപ്പോൾ കണ്ണെഴുതി കൊടുക്കുക. കട്ടിക്ക് കണ്ണെഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ എഴുതാത്ത കാരണം എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. പിന്നെ അടിയിൽ വേണമെങ്കിൽ എഴുതണമെങ്കിൽ അടിയിൽ എഴുതാം. ഇപ്പം
നമ്മുടെ ഫേസിലൊരു ഡിഫറൻസ് മനസ്സിലാകുന്നില്ലേ? മുന്നേ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ആകെപ്പാടെ ഒരു കേക്കി ലുക്കായിരുന്നു. ഇനി നെക്സ്റ്റായിട്ട് നമ്മുടെ മെബ്ലൈൻ്റെ സ്കൈ ഹൈ റേഞ്ചിൽ വരുന്ന മസ്കാരയാണ്. ഈ മസ്കാര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല കട്ടി നല്ല നീളം തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കൺപീലിക്ക്. കണ്ടോ? എന്നാൽ നമ്മളൊരു ലാഷസൊക്കെ വെച്ച ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നാൽ അത്യാവശ്യം എന്താ പറയുക, വല്ലാണ്ട് അങ്ങോട്ട് ഹെവി ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. നെക്സ്റ്റായിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫേസിനൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ PSCയുടെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ PSCയുടെ ആണ് യൂസ് ചെയ്യാറ്. ഒരു അഫോർഡബിൾ അല്ല, ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ബ്രാൻഡാണ് നമ്മുടെ PSC കേട്ടോ. അപ്പോൾ അവരുടെ ഐബ്രോ പാലറ്റിന്ന് ഞാൻ ബ്ലാക്കാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് ബ്രൗൺ ആകുമ്പോൾ എൻ്റെ ഐബ്രോസ് ഇത്തിരി ബ്ലാക്കാണ്. അപ്പോൾ അത് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഷിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ബ്ലഷ് ഇല്ല. പിന്നെ ഉണ്ടായിരുന്നത് അത്തിരി ഇങ്ങനെ ബ്രോക്കൺ ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ, ഞാൻ പൊതുവേ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. കുറച്ച് മോയ്സ്ചറൈസർ, വളരെ ഒരു ചെറിയ ഇത് മാത്രം എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചീക്സ് ഏരിയയിൽ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ സ്വെറ്റ് ആവാറുണ്ട്, ഒലിക്കൊന്നുമില്ല. കാരണം നമ്മൾ ഫൗണ്ടേഷനും ഇതൊക്കെ ഇച്ചിരി നല്ല ഇതാണ്, അങ്ങനെ ഒലിച്ചു പോകണമെന്നല്ല. എന്നാലും നമ്മൾ സ്വെറ്റ് ആവാണ്ടിരിക്കാനും ആ ഒരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ കിട്ടാനും വേണ്ടിയാണ്. നെക്സ്റ്റ് ഞാൻ മാർസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഷെയ്ഡൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ നോക്കിയിട്ട് ലിങ്ക് തരാം കേട്ടോ. ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ആ സെയിം ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മൾ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കിന് കുറേ കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ലിപ്പ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കുക, അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഞാൻ നൈക്കയുടെ ഞാൻ തോന്നുന്നു ഒരു ലിപ്പ് ക്രയോണാണ് എടുക്കുന്നത്. എനിക്കൊരു നല്ലൊരു ചില്ലി റെഡ് ലിപ്സ് വേണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രഷ് വെച്ചിട്ടപ്പോൾ ഉണ്ടല്ലോ എക്സാക്റ്റ് ആ ലിപ്സ്റ്റിക്കിൻ്റെ ആ ലിപ് ക്രയോണിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നതായിട്ട്. നമ്മൾ ബ്രഷൊക്കെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും കളറൊന്ന് ചേഞ്ച് ആവുന്ന പോലെ തോന്നി. പിന്നെ നമുക്ക് ലിപ്സിനെ ഒന്ന് കൺസീൽ ചെയ്യാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, ലിപ്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട്, ഇത് ബോബി ബ്രൗണിൻ്റെ തന്നെ നമ്മൾ ഫേസിലിട്ടതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷനാണ്. ഇതൊന്ന് ലിപ്സിൻ്റെ ചുറ്റും ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്സ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാനും ലിപ്സിന് പ്രത്യേക എന്താ പറയുക, ഒരു ഡെഫിനിഷൻ വന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ താഴെയും അതുപോലെ മുകളിലൊക്കെ ആയിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐബ്രോസൊക്കെ ഒന്ന് ഡിഫൈൻ എടുത്ത് നിൽക്കും, ഒരു പ്രത്യേക ഭംഗി. നിങ്ങൾ ഇതുവരെയായിട്ടും അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നിങ്ങൾ ലൈറ്റർ ഷെയ്ഡ് ഫൗണ്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ഷെയ്ഡാണെങ്കിലും വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഐബ്രോസ് എന്തായാലും ഫില്ല് ചെയ്താണല്ലോ, ആ ഡാർക്ക് കളറൊന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാനും അതുപോലെ ലിപ്സ് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കാനും നല്ല ഭംഗിയാണ്. നമ്മുടെ ഫേസ് കാണാൻ ഒരു ഡിഫറെൻറ്റ് ഒരു ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായി നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്, പല സ്ഥലത്തും പല രീതിയിലാണല്ലോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വലിയ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഓണം സെലിബ്രേഷനിലുണ്ട്. ഇപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ സെറ്റ് സാരി ഉടുത്ത് ഇപ്പോൾ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉടുക്കുന്നല്ലാണ്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഹെയറിലോട്ട് കിടക്കാം. ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇങ്ങനെ ഹെയർ ക്രിംപ് ചെയ്തിട്ട് കെട്ടി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സി ആയിട്ടുള്ളൊരു ബ്രീഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ വെച്ചൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഹെയറിൽ സിറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ. ഞാൻ എൻ്റെ ഹെയറിൽ ഇപ്പോൾ നന്നായിട്ട് വോളിയം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കരിഞ്ജീരകം എണ്ണ നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്.
പിന്നെ പാക്കുകളായാലും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ മസാജിങ് ഒക്കെ ഹെയർ അത്യാവശ്യം തിക്ക് വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ആക്സസറീസ് ഇടട്ടെ. എനിക്ക് ജുമുക്ക കമ്മൽ അങ്ങനെ അധികം ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ജുമുക്ക ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മാല ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ അധികം അങ്ങനെ നെക്ലസ്സുകളൊന്നും ഇല്ല, മീൻസ് ഞാൻ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാല ഇടാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പൊട്ട് വെച്ചത് ഞാൻ പൊട്ടൊന്നും തൊടാറില്ല കേട്ടോ. വെച്ചത് എനിക്ക് ഇത്തിരി വലുതായിന്ന് തോന്നണം. പിന്നെ ഞാനത് മാച്ച് കളഞ്ഞു കേട്ടോ. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെറിയൊരു പൊട്ട് കുത്താം. ഞാൻ പൊട്ട് കുത്താത്ത കാരണം പൊട്ടിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല. ഇസയുടെ പൊട്ടാടോ ഇരിക്കുന്ന സ്റ്റോൺ വെച്ച ചെറിയ പൊട്ടുകളുണ്ടല്ലോ, അത് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയർ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ ഒരു താഴ്ത്തി ഒരു പോണി ടൈൽ കെട്ടില്ലേ, എന്നിട്ടൊരു ചെറിയ ബണ്ണ് വെച്ചിട്ട് നമുക്ക് മുല്ലപ്പൂ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3-4 നരകൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ എന്തൊരു പെട്ടെന്നല്ല നേരെ വരുന്നത് വിചാരിച്ചാൽ എൻ്റെ ഹെയറിൽ മാത്രം ഇങ്ങനെ നരവാന്ന്. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പം ഒരു സമാധാനം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു താഴ്ത്തിയ ഒരു പോണി ടൈൽ കെട്ടുന്നുണ്ട്. അതിന് ശേഷം അതൊരു ബണ്ണ് പോലെ ചുറ്റി കെട്ടി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബണ്ണ് പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബണ്ണ് പോലെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറാണ്. നമ്മുടെ തൃശ്ശൂർ ഫെജിയിൽ നിന്ന് കണ്ടതാണ്. ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനത്തെ അല്ല, നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ മുല്ലപ്പൂ പോലെയാണ് തോന്നുന്നത്. മറ്റേതൊക്കെ ഇത്തിരി പ്ലാസ്റ്റിക് പോലെയൊക്കെയാണ് തോന്നാറ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു നരച്ച മുടികൾ ഞാൻ ഹൈഡ് ചെയ്യാറ്. ഞാനിങ്ങനെ ഹെയർ കളറിങ്ങോ അതുപോലെ തന്നെ ഈ വേറെ ഹെന്നയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ മസ്കാര വെച്ചിട്ടാണ്, നമ്മുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്കാര വെച്ച് ചെയ്യും. പിന്നെ ഞാൻ ഈ സംഭവം മേടിച്ചു കേട്ടോ. ഹെയറിൽ വയ്ക്കുന്ന നമ്മുടെ ഈ ഒരു ഹെയർ പൊന്തി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് അടിപൊളിയാണ്. ഈ ഹെയർ വാക്സ് എന്നാണ് പറയാം. നല്ല ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടു. നമ്മുടെ അപർണ തോമസ് അതുപോലെ തന്നെ ഗ്ലാമി ഗംഗ അവരുടെയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചാണ്ടെങ്കിൽ എൻ്റെ ഐ ഷാഡോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ജുമുക്ക കമ്മൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിനിടുന്നുണ്ട്. പൊട്ട് കുത്തണ്ടേന്ന് വെച്ചിട്ടാണ്. പിന്നെ ഓണമൊക്കെയല്ല ഒരു പൊട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിൽ നിന്ന് ഒരു ലിപ് ക്രയോൺ എടുത്തിട്ട് നമ്മളുടെ ബ്രഷിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ചെറിയൊരു കുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യം തൊട്ടത് ഇത്തിരി വലുതായിപ്പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.